എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സപ്ലൈകോയുടെ വിഹിതങ്ങളുടെ വില കുറക്കുകയും അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ ഇപ്പോൾ ഒരു റംസാൻ കിറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. 15 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 1018 രൂപ വില വരുന്ന കിറ്റാണ് വിതരണം ചെയ്യുന്നത്. അത് കുറഞ്ഞ വിലക്കാണ് വിതരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളുമാണ് പറയുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയുണ്ട്, വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി ആക്കിയിട്ടുണ്ട്, കൂടാതെ ആട്ടയുണ്ട്, മണ്ണെണ്ണ 1 ലിറ്റർ ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റേഷൻ കടയിലൂടെ ലഭിക്കുമ്പോൾ സപ്ലൈകോയിലൂടെയാണ് ഇപ്പോൾ അധിക വിഹിതങ്ങൾ അധികരിപ്പിച്ചിട്ടുള്ളത്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വില കുറച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ വീതം സബ്സിഡി ഉള്ളതിനും ഇല്ലാത്തതിനും കുറച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പെരുന്നാൾ പ്രമാണിച്ച് റംസാൻ കിറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 786 രൂപക്കാണ് 1018 രൂപ വില വരുന്ന കിറ്റ് വിതരണം ചെയ്യുക എന്നാണ് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുള്ളത്. കിറ്റിലുള്ള സാധനങ്ങൾ 1 കിലോ ശബരി അപ്പപ്പൊടി, 1 കിലോ ശബരി പുട്ടുപൊടി, ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, റവ, പഞ്ചസാര, ശബരി ഗോൾഡ് തേയില, ഏലക്കായ, അണ്ടിപ്പരിപ്പ് എന്നിവ അടങ്ങുന്നതാണ് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കിറ്റ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിലെത്തി 20-ാം തീയതി മാർച്ച് 20-നകം ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ വലിയ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ലാഭം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കിറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം സപ്ലൈകോയിൽ പോയി ഇത് വാങ്ങുമ്പോൾ ഇതൊരു ലാഭം ഉണ്ടാകില്ല. മറ്റ് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇത് വാങ്ങുകയാണ് എങ്കിൽ ചെറിയ ലാഭം ഉണ്ടാകും. അല്ലാതെ വലിയൊരു ഓഫറൊന്നും അല്ല എന്ന് പറയാം. കാരണം 786 രൂപ ഇതിന് കൊടുക്കണം. ഇതിൽ ഏകദേശം സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ തുക കൊടുക്കുകയാണെങ്കിൽ കിട്ടും. പൊതുവിപണിയിൽ 1018 രൂപ വില വരുന്ന സാധനങ്ങളാണ് എന്നാണ് സപ്ലൈകോ അവകാശപ്പെടുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. 1 കിലോ അപ്പപ്പൊടിയും പുട്ടുപൊടിയും മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം 250 ഗ്രാമാണ്. പിന്നെ കുറച്ചിനം 50 ഗ്രാമാണ്. അണ്ടിപ്പരിപ്പ് വരുന്നത് 50 ഗ്രാമാണ്. ഏലക്ക 20 ഗ്രാമാണ്. അങ്ങനെയാണ് സാധനങ്ങളുടെ തൂക്കം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 20-ാം തീയതി വരെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സപ്ലൈകോയിൽ എല്ലാ വിഹിതങ്ങളുടെയും വിതരണം ഇപ്പോൾ തുടരുകയാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്നുള്ളതാണ്. അത് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലുള്ള അരിയാണ്. ജയ അരി, കുരു അരി, മട്ടരി അവർക്ക് 33 രൂപ നൽകണം. 8 കിലോ ആണ് ഒരു റേഷൻ കാർഡിന് 2 തവണയായിട്ട് ലഭിക്കുക. പച്ചരി 2 കിലോയും ലഭിക്കുന്നതാണ് 29 രൂപ നിരക്കിൽ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.